എല്ലാ മുജാഹിദുകളോടും പറയാനുള്ളതും അതാണ്. വെറുതെ നിങ്ങൾ നബി ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കണ്ട. റസൂല് തന്നെ ചെയ്തു എന്ന് തെളിയിക്കാൻ നിങ്ങൾ വന്നാലും നിങ്ങളെ മുമ്പിൽ ഞങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യും. വേറെയുണ്ട്, അപ്പം നമുക്ക് സംവാദം വരുമ്പോൾ പറയാം. പറഞ്ഞത് തന്നെ ധാരാളമല്ലേ. എന്നിട്ട് അയാൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എന്താ, ഇത് ഷിയാക്കൾക്ക് മുമ്പ് ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? അതും കൂടി ഒന്ന് കേട്ടോളൂ. താരീഖ് മൗലിദിൽ പലരും പറഞ്ഞു ഇത് ശരിയാണോ, ഷിയാക്കളാണോ ആരംഭിച്ചത്, അല്ലെങ്കിൽ ഷിയാക്കൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരാണ് നബിദിനം ആഘോഷിച്ചത്? സ്വഹാബത്തുണ്ടോ, താബിഈങ്ങളുണ്ടോ, അയ്മത്തുണ്ടോ, അന്നത്തെ ഇസ്ലാമിക ഭരണകൂടമുണ്ടോ, അമവികളുണ്ടോ, അബ്ബാസികളുണ്ടോ, ഖുലഫാഉർ റാഷിദുണ്ടോ? ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ഭരണകൂടങ്ങളോ വ്യക്തികളോ ഇമാമികളോ ആരാണ് ഈ ആഘോഷം പഠിപ്പിച്ചത് എന്ന മൂന്നാമത്തെ ചോദ്യം. വലിയ ചോദ്യമായി കൊണ്ടുവന്നത്, ആനത്തല പോലെയുള്ള ചോദ്യം. എന്ത്, ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ജന്മദിനം ആഘോഷിച്ചത്? ഷിയാക്കൾക്കും എല്ലാവർക്കും മുമ്പ് ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജന്മദിനാഘോഷം നടത്തി. അതല്ലേ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞത്? അല്ലെങ്കിൽ ഷിയാക്കൾക്ക് ഇതിലെന്താ റോള്? നബിദിനാഘോഷം പാടില്ല എന്ന് ലോകത്ത് പറഞ്ഞവരിൽ ഖാദിയാനിയുണ്ട്. ഖാദിയാനിയുടെ ലിസ്റ്റ് നിങ്ങളുണ്ടായി എന്നല്ലാതെ ഷിയാക്കൾക്ക് എന്താ അവിടെ റോളുള്ളത്? സുന്നികൾ ചെയ്യുന്ന പല കാര്യം ഷിയാക്കൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയാം, സുന്നി മുജാഹിദൊക്കെ അവർക്ക് ജുമഅല്ലേ, അവർ ജുമ നടത്തുന്നില്ലേ? അവർ മൊലി പറയാം, കണ്ടോ സുന്നികൾ ജുമ നടത്തുന്നു, ഷിയാക്കളും നടത്തുന്നുണ്ട്. ഓല് നടത്തിക്കോട്ടെ. ഷിയാക്കളോട് നമുക്ക് എതിരുള്ള വിഷയം ഉണ്ടാവും, ഷിയാക്കളായ വിഷയം. അതാ ഞാൻ വഹാബിനോട് ചോദിച്ച്, ഷിയാക്കൾ തുണിയെടുക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇനി തയ്ച്ചിടണോ? മൗലവി അത് സംഭവത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ അയസനി ചോദിച്ചതെന്ന്. ആ ചോദ്യം എല്ലാവർക്കും മനസ്സിലാവുന്നതല്ലേ? ഷിയാക്കൾക്ക് അബദ്ധമായി പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതേതാ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മഹത്വം പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ആക്ഷേപിക്കുകയും എന്നല്ല ജിബ്രീൽ അലൈഹിസ്സലാമിന് ആള് മാറി റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ് എന്ന് പോലെയുള്ള അബദ്ധങ്ങൾ. അങ്ങനെ 100,000 അബദ്ധങ്ങളുള്ള ടീമാണ് ഷിയാക്കൾ. അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ കിതാബുൽ ഗുന്നയിൽ അതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആരാ ഷിയാക്കൾ, എന്താണ് അവരുടെ വിശ്വാസം? അവരെ ഏറ്റവും കൂടുതൽ എതിർത്തത് മശായിഖുമാരാ. നമ്പറിട്ട് അവരുടെ ഓരോ ഇനങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നടക്കേണ്ട, ഷിയാക്കൾക്ക് ഇതിലൊരു റോളുമില്ല. ഈ ആഘോഷം പഠിപ്പിച്ചതും തുടങ്ങിയതും അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഇന്നുള്ള രൂപത്തിലില്ല. അതെല്ലാം അങ്ങനെ തന്നെ, നബിദിനം മാത്രമാണ്. ഇപ്പൊ മൗലവി അവിടെ തന്നെ വാദപ്രതിവാദം നടത്തി. അങ്ങനെ ഒരു വാദപ്രതിവാദം റസൂലിന്റെ കാലത്തുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കല്യാണം നടക്കുന്ന പോലെയാണോ ഇപ്പോൾ കല്യാണം നടക്കുന്നത്? അന്നിവിടെ ഇവർ പറയുന്ന ഈ അൽമനാറും പിന്നെ ഇങ്ങനെയുള്ള മാസികകളൊക്കെ ഉണ്ടോ? എല്ലാം മാറിയിട്ടുണ്ട്, രൂപഭാവങ്ങൾ. അത് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് വിദഅത്തുൻ ഹസന എന്ന് പറയും ചെയ്യും. ഇപ്പൊ നഹ്വ് പഠിക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ മീസാനും അജ്നാസൊക്കെ ഓതിയ കാലമുണ്ടോ? നിങ്ങൾ പറയും. അവിടെ സഞ്ചാന ഓതുന്ന പണിയായിരുന്നു. പോകട്ടെ, ബുഖാരി തന്നെ അന്നുണ്ടോ? സ്വഹീഹുൽ ബുഖാരി പിന്നീട് ക്രോഡീകരിച്ചതല്ലേ? അന്ന് ഹദീസ് എഴുതി വെക്കരുത് എന്നായിരുന്നു നിയമം. അതൊക്കെ പോകട്ടെ, പരിശുദ്ധ ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കിയിട്ടുണ്ടോ എന്ന്? അതാക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്തല്ലേ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊന്നും അതിൻ്റെ അടിത്തറയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അത് മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ ഉള്ള പോലെ അതിലേറെ ശക്തമായി ഏതിനുണ്ട്? മീലാദാഘോഷത്തിനുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതെല്ലാ വഹാബികളും മനസ്സിലാക്കുക. അതിൽ മാറ്റമില്ല. അത് തെളിയിക്കാൻ നിങ്ങൾ എന്നാണോ വരുന്നത് അന്ന് ഞങ്ങൾ റെഡിയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ദലീലുകൾ അതിനുണ്ട്. അത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.